Hello all. So now we are going to the module 2 in the sensors and devices subject. So module 2 എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആൻഡ് സെൻസേഴ്സ് ആണ് മൊഡ്യൂൾ 2ൻ്റെ പേര്. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെ പറയുന്നുണ്ട്? IoT എന്താ? IoT എന്താ? ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതേപോലെ തന്നെ സെൻസേഴ്സ്, ആക്ടിവേറ്റേഴ്സ്, പിന്നെ IoTൻ്റെ ഡിസൈന്, അതിൻ്റെ ലെയേഴ്സ്, പ്രോട്ടോകോൾസ്, പിന്നെ IoT മാപ്പ് ഡിവൈസസ്, പിന്നെ അതിൻ്റെ പ്രൈമറി ഫാക്ടേഴ്സ് ഈ സെൻസേഴ്സിൻ്റെ ഒക്കെ. സോ ഇതൊക്കെയാണ് മൊഡ്യൂൾ 2ൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സിലബസ് ഓഫ് ദ മൊഡ്യൂൾ 2. സോ ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് വാട്ട് ഈസ് എൻ IoT. ആരെങ്കിലും IoT ആരും കേൾക്കാത്തതുണ്ടാവും. IoT എന്നുള്ളത് നിങ്ങൾ ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ IoTൻ്റെ ഫുൾ ഫോം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. സോ IoT കണക്ട് ഫിസിക്കൽ ആൻഡ് വെർച്വൽ ഡിവൈസസ് ത്രൂ ഇൻ്റർനെറ്റ് ടു എനേബിൾ കമ്മ്യൂണിക്കേഷൻ, കൺട്രോൾ ആൻഡ് ഡാറ്റ എക്സ്ചേഞ്ച്. ഓക്കെ, സോ ഈ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ആ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് അല്ലേ. തിങ്സ് എന്ന് പറയുന്നത് എന്താ? ഫിസിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ വെർച്വലായിട്ട് നമുക്കിങ്ങനെ കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന ഡിവൈസസ് ആണ് ഫിസിക്കൽ ഡിവൈസസ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡിവൈസസ് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അതൊരു IoT ആവുന്നത്. എന്തിനാണ് കണക്ട് ചെയ്യുന്നത്? അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ഡാറ്റ എക്സ്ചേഞ്ചിന് വേണ്ടിയൊക്കെ അല്ലേ. സോ ഫിസിക്കൽ ഒബ്ജക്ട്സിനെ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, so Internet of Things refers to a system where everyday physical objects are embedded with sensors. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഫിസിക്കൽ ഡിവൈസസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്മാർട്ട് TV അല്ലെങ്കിൽ ഒരു സ്മാർട്ട് വാച്ച് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് AC, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഡെയിലി ഫിസിക്കൽ ഒബ്ജക്റ്റിന് സെൻസേഴ്സും സോഫ്റ്റ്വെയറും അതേപോലെ തന്നെ നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഒക്കെ കൊടുത്തിട്ട് നമ്മൾ ഡാറ്റ കളക്ഷൻ എക്സ്ചേഞ്ചിനൊക്കെ എനേബിൾ ചെയ്യാണ്. ഓക്കെ, സോ ഇതിന് ഡിവൈസസിന് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ പറ്റും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ AC ഒക്കെ ഒരു നോർമൽ ഡിവൈസാണ്, അത് നമ്മൾ ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതൊരു സ്മാർട്ട് AC ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ സ്മാർട്ട് ഡിവൈസസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ IoTക്ക് എന്താണ്? സെൽഫ് കോൺഫിഗറിങ് കേപ്പബിലിറ്റി ഉണ്ട് അല്ലേ. സെൽഫ് കോൺഫിഗറിങ് കേപ്പബിലിറ്റി ഉണ്ട് ബേസ്ഡ് ഓൺ സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻട്രോപ്പറബിൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, സോ അതായത് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഓവർ ഇൻ്റർനെറ്റ് ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലേ. ഇൻ്റർനെറ്റ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഫിസിക്കൽ ആൻഡ് വെർച്വൽ തിങ്സ് ആർ പാർട്ട് ഓഫ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിലുള്ള മെയിൻ സാധനങ്ങൾ എന്താണ്? ഈ ഫിസിക്കൽ തിങ്സ് ആണ് അല്ലേ. ആ തിങ്സിൽ എന്തൊക്കെ ഉണ്ടാവും? ഐഡൻറ്റിറ്റീസ് ഉണ്ടാവും, ഫിസിക്കൽ ആട്രിബ്യൂട്ട് ഉണ്ടാവും, പിന്നെ വെർച്വൽ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, പിന്നെ ഇൻ്റലിജൻറ്റ് ഇൻ്റർഫേസസ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, IoTയിലുള്ള കേപ്പബിലിറ്റീസ്, IoTക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് മെയിനായിട്ട് ഇതാണ് പറയുന്നത്. ഓക്കെ, സോ IoT systems are typically composed of several components. ഓക്കെ, IoTയിൽ സെവറൽ കമ്പോണൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് സെവറൽ കമ്പോണൻസ് എന്ന് നോക്കാം. സോ IoT ഡിവൈസസ് ഉണ്ട് അല്ലേ. IoT ഡിവൈസസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, പിന്നെന്താ ഗേറ്റ് ഉണ്ട് അല്ലേ. ഗേറ്റ് ഉണ്ട്, ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ പ്രോസസ്സിങ്, സ്റ്റോറേജ് സിസ്റ്റംസ്, ഇതൊക്കെ എന്തിലുണ്ട്? ഒരു IoTയിലുണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് അല്ലേ. ഇത് മെയിനായിട്ട് IoTൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത് കേട്ടോ. IoTൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്? IoT ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഗേറ്റ്വേ, ഇതൊക്കെ. IoT ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സെൻസർ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ബേസിക് എക്സാമ്പിൾ ആലോചിക്കുക. നമ്മൾ റൂമിൽ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും ടെമ്പറേച്ചർ സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കും. എൻ്റെ റൂമിലത്തെ ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി ആയാൽ താനേ ഫാൻ ഓൺ ആവണം. ഓക്കെ, ഇതെന്താണ്? സ്മാർട്ട് ഫാനാണ് അല്ലേ. ഇതാണ് സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻസർ വെക്കില്ല, അതൊരു ഫിസിക്കൽ ഡിവൈസാണ്, ഒരു IoT ഡിവൈസാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വേറൊരു ക്യാമറ, ഒരു CCTV ആണെങ്കിൽ ആ ക്യാമറ ഒരു ഫിസിക്കൽ ഡിവൈസാണ് അല്ലേ. അപ്പോൾ IoT ഡിവൈസസ്. പിന്നെന്താ? കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈസസും അതേപോലെ ക്ലൗഡിലാവും ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുക അല്ലേ. അപ്പോൾ ക്ലൗഡും ഡിവൈസസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വൈഫൈ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് അങ്ങനത്തെ കണക്ഷൻസ് ഉണ്ടാവും അല്ലേ. അതാണ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. പിന്നെ ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനെറ്റും ക്ലൗഡും അല്ലേ, അവർ തമ്മിലൊരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യും. അതായത് ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഗേറ്റ്വേ. പിന്നെ ക്ലൗഡ് എന്താ? എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്യലും പ്രോസസ്സ് ചെയ്യലൊക്കെ ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ അല്ലേ, ക്ലൗഡിലാണ്. ഓക്കെ, IoT ഡിവൈസസ് യൂസ് സെൻസേഴ്സ് ആൻഡ് അതർ ടെക്നോളജീസ് ടു കളക്ട് ഡാറ്റ. അപ്പോൾ IoT ഡിവൈസസ് സെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യും. പിന്നെ ആ ഡാറ്റനെ ക്ലൗഡിലേക്ക് കൊടുക്കും, അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ. ഓക്കെ, സോ ക്ലൗഡ് ഓൾസോ പ്രൊവൈഡ്സ് എ സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ മാനേജിങ് ആൻഡ് കൺട്രോളിങ് IoT ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്ക്. Okay, IoT development involves a wide range of technologies including wireless communication protocol, നമ്മൾ മുകളിൽ പറഞ്ഞ വയർലെസ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, അതേപോലെ തന്നെ മെഷീൻ ലേണിംഗ്, സെക്യൂരിറ്റി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ IoT ഡെവലപ്പ് ചെയ്തത്. ഓക്കെ,
മനസ്സിലായില്ല, IoT ഡെവലപ്പ് ചെയ്തത് ഇത്രയും സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. പിന്നെ IoT ക്യാൻ ബി യൂസ് ടു ബിൽഡ് ആപ്ലിക്കേഷൻ ഫോർ അഗ്രികൾച്ചർ. അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണല്ലേ. IoTൻ്റെ കമ്പോണൻസ് നമ്മൾ പറഞ്ഞു. കമ്പോണൻസ് എന്തൊക്കെയായിരുന്നു? IoT ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, ഗേറ്റ് വേ, ഇതൊക്കെയാണ് കമ്പോണൻസ്. ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് IoTൻ്റെ? അഗ്രികൾച്ചറിലാണെങ്കിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ഇറിഗേഷൻ ഡിവൈസ്, അല്ലെങ്കിൽ ഒരു സോയിലിൻ്റെ ഒരു സോയിലിൻ്റെ മോയ്സ്ചറൊക്കെ നമുക്ക് ഫാമിങ്ങിനും അഗ്രികൾച്ചറിനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ സോയിൽ മോയ്സ്ചർ മോണിറ്റർ ചെയ്യാനുള്ള ഡിവൈസ്, അങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ആപ്ലിക്കേഷനാണ്. പിന്നെ എന്താണ് അഗ്രികൾച്ചർ അസറ്റ്സ് ട്രാക്കിങ് അല്ലേ. അസറ്റ്സ് ട്രാക്കിങ്ങിൽ അതേപോലെ തന്നെ എനർജി സെക്ടറിൽ ഇപ്പോൾ ഒരു സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സെക്ടർ അല്ലേ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ എന്ത് വരും? നമ്മളിപ്പോൾ ഒരു CCTV അല്ലേ, അതേപോലെ ഫയർ ഡിറ്റക്ഷനൊക്കെ എന്താ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ഡിഫൻസ് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊരു സ്മാർട്ട് ഒരു മോണിറ്ററിങ് സിസ്റ്റം വെക്കും, എന്തെങ്കിലും ഒരു അൺഓതറൈസ്ഡ് തിങ് വരുന്നുണ്ടോ എന്നൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലേ. പിന്നെ എംബഡഡ് ആപ്ലിക്കേഷനിൽ എന്തൊക്കെ റോബോട്ടിക്സ്, അതേപോലെ തന്നെ വേറെ ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻസ് ഒക്കെ എംബഡഡ് ആപ്ലിക്കേഷനിൽ വരും. പിന്നെ എഡ്യൂക്കേഷനിൽ സ്മാർട്ട് ക്ലാസ് റൂംസ്, അതേപോലെ ഇപ്പോൾ ഒരു സ്മാർട്ട് അറ്റൻഡൻസ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരാളെ ഫേസ് ഡിറ്റക്ട് ചെയ്തിട്ട് താനേ അറ്റൻഡൻസ് മാർക്ക്, അങ്ങനത്തതൊക്കെ എന്താ IoTൻ്റെ ആപ്ലിക്കേഷനാണ് അല്ലേ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്താ, ഇപ്പോൾ ഒരു വേസ്റ്റ് ഇപ്പോൾ പ്ലാസ്റ്റിക് ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് താനേ വർക്ക് ചെയ്തിട്ട് ഓരോന്ന് ഡിഫറെൻ്റ് ആക്കി വെക്കുക, അതൊക്കെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലേ. പിന്നെ ഹെൽത്ത് കെയറിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ പൾസ് മെഷർ ചെയ്യുക, അങ്ങനത്തെ ഹെൽത്ത് കെയർ, ഇപ്പോൾ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യുക, പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യുക, അങ്ങനത്തതൊക്കെ അല്ലേ. പിന്നെ ടെലിമെഡിസിന്, സ്മാർട്ട് സിറ്റിയിൽ എന്താ സ്മാർട്ട് ട്രാഫിക് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റൊക്കെ സ്മാർട്ട്, അതായത് ഇപ്പം ഒരു സമയമായിട്ട് ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ താനേ സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആവുക, അതൊക്കെ എന്താ ഒരു എംബഡഡ് സിസ്റ്റമാണ് അല്ലേ. സോ അതൊക്കെ എന്താണ് ഈ IoTൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പം IoT എന്താ, അതിൻ്റെ കമ്പോണൻസ് എന്താ, അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താ പറഞ്ഞു. ഈ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IoT. ഇതെന്തായാലും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ 14 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ടേം പഠിച്ച് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. സോ ഫസ്റ്റ് വൺ ഇസ് കണക്ടിവിറ്റി. ഓക്കെ, കണക്ടിവിറ്റി എന്താ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ IoT ഡിവൈസസും കണക്റ്റഡ് ആവണം. എവിടെ കണക്റ്റ് ആവണം? ഇൻ്റർനെറ്റോ നെറ്റ്വർക്കൊക്കെ ആയിട്ട് കണക്റ്റഡ് ആവണം. എന്നാലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ മൊബൈൽ ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ TV ഇപ്പം വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യും, അപ്പോഴൊക്കെയല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ കണക്ടിവിറ്റി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് ദ IoT ഇൻഫ്രാസ്ട്രക്ചർ. തിങ്സ് ഓഫ് IoT, അപ്പോൾ IoTയിലുള്ള എല്ലാ തിങ്സും എന്താണ് IoT ഇൻഫ്രാസ്ട്രക്ചറായിട്ട് കണക്റ്റഡ് ആവണം അല്ലേ. എനിവെയർ എനി വൺ എനി ടൈം ക്യാൻ കണക്ട്. ഓക്കെ, അങ്ങനെ എപ്പോൾ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ എന്താ, കണക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ത്രൂ ഇൻ്റർനെറ്റ്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അതർ ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മൾ എന്താക്കാണ്, റൗട്ടേഴ്സ്, ഗേറ്റ് വേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാണ് അല്ലെ, ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാണ്. അത് കണക്ടിവിറ്റിക്ക് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആർക്ക് എവിടെ വെച്ച് എപ്പം വേണമെങ്കിലും ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, IoT ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഇൻ്റലിജൻസ് ആൻഡ് ഐഡൻറ്റിറ്റി. എന്താ, ദ എക്സ്ട്രാക്ഷൻ ഓഫ് നോളജ് ഫ്രം ദ ജനറേറ്റഡ് ഡാറ്റ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പം അപ്പോൾ IoT ഡിവൈസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫാൻ, അപ്പോൾ IoT ഡിവൈസിന് എന്താണ്, ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് വെച്ചിട്ടില്ലേ. നമ്മളൊരു സെൻസർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെൻസറിന് കണ്ടിന്യൂസ്ലി ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാൻ പറ്റണം, ഫാൻ ഓൺ ആവണമെങ്കിൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതാണ് ഇൻ്റലിജൻസ് ആൻഡ് ഐഡൻറ്റിറ്റി. അതായത് എക്സ്ട്രാക്ഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സെൻസർ ജനറേറ്റ്സ് ഡാറ്റ, ബട്ട് ദ ഡാറ്റ വിൽ ഒൺലി ബി യൂസ്ഫുൾ ഇഫ് ദ ഇൻ്റർപ്രറ്റഡ് പ്രോപ്പർലി. ഓക്കെ, അതായത് ഇപ്പം ഈ ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡാറ്റന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് അതിന് കറക്റ്റ് ഡിസിഷൻ എടുക്കണം. അപ്പം ഈ ടെമ്പറേച്ചർ ഇങ്ങനെ മോണിറ്റർ ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ നിന്നിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് ഫാൻ എപ്പം വേണം ഓൺ ആവണം, ആ സമയത്ത് ഓൺ ആക്കണം അല്ലേ. അതാണ് ഇൻ്റലിജൻസ് ആൻഡ് ഐഡൻറ്റിറ്റിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞാൽ സ്കെയിലബിലിറ്റി എന്താ നമുക്കറിയാം, ആ പേരിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ലാർജ് നമ്പർ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റാസൊക്കെ എന്താക്കാൻ പറ്റണം, അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഈ IoT സിസ്റ്റത്തിന് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണക്ട്, ഇപ്പോൾ ഒരു IoT വെച്ചാൽ കുറേ നമ്മൾ IoT ഡേ ബൈ ഡേ നമ്മൾ കുറേ ഇൻക്രീസിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ IoT സെറ്റപ്പ് എന്താ, എല്ലാ മാസീവ് എക്സ്പാൻഷൻ, കുറേ ഡാറ്റ. ഇപ്പോൾ ഒരു സിറ്റി എന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിറ്റിയിൽ 10,000 ക്യാമറ, അപ്പോൾ AI ക്യാമറ കുറേ ക്യാമറ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതൊക്കെ IoTക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എഫിഷ്യൻ്റായിട്ട്. അതാണ് സ്കെയിലബിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, പിന്നെ ഡൈനാമിക് ആൻഡ് സെൽഫ് അഡാപ്റ്റിംഗ്, ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഡൈനാമിക് ആൻഡ് സെൽഫ് അഡാപ്റ്റിങ്ങിൽ പറയുന്നത് എന്താ, ഈ എന്താ പറയുക, പാലേക്ക ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഫാൻ്റെ എക്സാമ്പിൾ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ടെമ്പറേച്ചർ മാറുമ്പോൾ ആ സെൻസറിന് അതിനനുസരിച്ച് കോപ്പ് ചെയ്ത് പോകാൻ പറ്റണം. കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസൊക്കെ നമ്മളൊക്കെ ഓരോ സിറ്റുവേഷൻ അഡാപ്റ്റ് ചെയ്യണ പോലെ ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം അല്ലേ.
ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് എന്താ, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇരുട്ടാവുമ്പം ലൈറ്റ് ഓൺ ആവണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുക, ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ നല്ല ഇരുട്ടുണ്ടാവില്ല അല്ലേ. ആ സമയത്ത് ഇപ്പോൾ കുറച്ച് ലൈറ്റ് മതി. ഇപ്പം 10-11 മണിയാകുമ്പോൾ നല്ല ഇരുട്ടാവും. അപ്പോൾ എന്താ, നല്ല ലൈറ്റ് വരണം. അപ്പോൾ അതെന്താ, കണ്ടീഷൻ അനുസരിച്ച് ഇങ്ങനെ ചേഞ്ച് ചെയ്യണം അല്ലേ, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കഴിവ് വേണം. സോ IoT devices should dynamically adapt themselves to change contexts and scenarios. അപ്പോൾ കണ്ടീഷൻ അനുസരിച്ച് മാറാൻ പറ്റണം. അതിൻ്റെ എക്സാമ്പിൾ നോക്കി, assume a camera meant for surveillance. It should be adapting to work in different conditions. ഇപ്പോൾ ദ ലൈറ്റിംഗ് മോർണിംഗ് ആഫ്റ്റർനൂൺ നൈറ്റ് അതിനനുസരിച്ച് ലൈറ്റ് മാറണം ഓട്ടോമാറ്റിക്കലി. പിന്നെ ആർക്കിടെക്ചറിൽ എന്താ പറയുന്നത്, IoT ആർക്കിടെക്ചർ കനോട്ട് ബി ഹോമോജീനസ് ഇൻ നേച്ചർ. ഓക്കെ, ഹോമോജീനസ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എന്താ ഡിഫറെൻറ്റ്, ഇപ്പം ഒറ്റൊരു സിംഗിൾ ഇതായിട്ട് മാത്രം വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഷുഡ് ബി ഹൈബ്രിഡ് സപ്പോർട്ടിങ് ഡിഫറെൻറ്റ് മാനുഫാക്ചർ. അതായത് ഇപ്പോൾ നമ്മളൊരു IoT ഡിവൈസ് എടുത്ത് ഒരു ആർക്കിടെക്ചർ എടുത്ത് അത് നമുക്കിപ്പോൾ ഒരു വീട്ടിൽ മാത്രം യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടാവില്ല. ഒരു സിംഗിൾ തിങ്ങിൽ മാത്രം അത് ആവാൻ പാടില്ല. ഓക്കെ, ഡിഫറെൻറ്റ് കമ്പനീസിൽ അങ്ങനെ ഡിഫറെൻറ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തൊക്കെ വർക്ക് ചെയ്യാൻ പറ്റണം. IoT ഇസ് നോട്ട് ഓൺഡ് ബൈ എനി വൺ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച്. ഓക്കെ, അതാരും ഓൺ ചെയ്യണതല്ല. മൾട്ടിപ്പിൾ ഡൊമൈൻസ് ഒപ്പം വർക്ക് ചെയ്താലും അത് വർക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. ഓക്കെ, ഇപ്പോൾ ആലേക്ക് നമ്മളിപ്പോൾ ഫോണിലൊക്കെ എന്താ, നമുക്ക് ഇപ്പോൾ ഒരു ഫാനൊക്കെ നമുക്ക് ഓൺ, അതേപോലെ AC ടെമ്പറേച്ചർ മാറ്റാം, അങ്ങനെയൊക്കെ ഫോണിൽ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഫോണിൽ മാത്രമേ, എല്ലാത്തൊരു ബ്രാൻഡിൽ മാത്രമേ, അങ്ങനെയൊന്നുമില്ല, എല്ലാത്തിലും വർക്ക് ആവണം. പിന്നെ സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ആലോചിച്ച് നോക്ക്, ഒരു ഫയർ അലാം സിസ്റ്റം, അത് ഫയർ വന്നാൽ അത് ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പം അതിനനുസരിച്ച് അലാം പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്താ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് തിങ് ആണല്ലോ. അതിലൊന്നും എന്തെങ്കിലും സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുന്നത്, ഒരു സ്മാർട്ട് ഡോറുണ്ട് വിചാരിക്കും. നമ്മളെ വീട്ടിൽ ഒരു ഡോറുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മെയിൻ ഡോർ നമ്മളെ ഫിംഗർ പ്രിൻറ്റ് വെച്ചാൽ മാത്രമേ ഓപ്പൺ ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താ, നമ്മൾ ഫിംഗർ പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെൻസിറ്റീവ് ഡാറ്റ ആണല്ലേ. നമ്മളെപ്പോഴും എന്താണ്, പ്രൈവറ്റ് ആക്കിയ മീൻസ് ഫിംഗർ പ്രിൻറ്റ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഓൾസോ അത് വേറൊരാളടുത്ത് കിട്ടിയാൽ അത് മിസ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആണ്. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ എന്താണ്, ആരെങ്കിലും ഹാക്കേഴ്സ് എടുക്കുക അല്ലെങ്കിൽ ആ ഡാമേജ് ആവുകയൊന്നും ആവാൻ പറ്റില്ല. സോ അതാണ് സേഫ്റ്റി. ഓക്കെ, അപ്പം ദർ ഇസ് എ ഡേഞ്ചർ ഓഫ് സെൻസിറ്റീവ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് യൂസേഴ്സ് ഗെറ്റിംഗ് കോംപ്രമൈസ്ഡ് വെൻ ഓർ ഡിവൈസ് ആർ കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റ് കണക്ട് ചെയ്താൽ പൊതുവേ നമ്മളെ സെക്യൂരിറ്റീസ് കുറയും അല്ലേ. അപ്പോൾ ഈ സെൻസിറ്റീവ് ഡാറ്റാസിൻ്റെ സെക്യൂരിറ്റി ഒന്നും കുറയാൻ പാടില്ല. ഒരു യൂസറിൻ്റെ ഡാറ്റാസ് ലോസ് ആവാൻ പാടില്ല. അപ്പോൾ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മേജർ ചലഞ്ചാണ്. Okay, so besides the equipment involved is huge, IoT network may be at risk. Okay, അപ്പോൾ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. നെക്സ്റ്റ് സെൽഫ് കോൺഫിഗറിങ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇപ്പോൾ നമ്മളെ ലാപ്ടോപ്പൊക്കെ എന്താ സെൽഫ് കോൺഫിഗറിങ്. കാരണം അത് ഓട്ടോമാറ്റിക്കലി അതിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ചെയ്യണം. പിന്നെ അതേപോലെ എന്തെങ്കിലും സെറ്റിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റിങ്സ് ഒക്കെ കോൺഫിഗർ ചെയ്യണം. പിന്നെ നെറ്റ്വർക്ക് ഒക്കെ ആയിട്ട് താനെ കണക്ട് ചെയ്യണം. പിന്നെ പുതിയ ഡിവൈസസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റണം അല്ലേ. അതൊക്കെ എന്താ സെൽഫ് കോൺഫിഗറിങ് ആണ് അല്ലേ. സോ അതാണ്, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. IoT ഡിവൈസസ് ആർ ഏബിൾ ടു അപ്ഗ്രേഡ് ദിയർ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ഒരു രാത്രി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ഇങ്ങനെ രാത്രി താനെ അപ്ഡേറ്റ് ആവുമല്ലോ, അതേപോലെ തന്നെ ഇതിലും അതിൻ്റെ സോഫ്റ്റ്വെയർസും അതിൻ്റെ റിക്വയർമെൻറ്റ്സും ഒക്കെ അപ്ഡേറ്റ് ആവണം. അഡീഷണലി ദേ ക്യാൻ സെറ്റ് അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് നെറ്റ്വർക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം, പുതിയ ഡിവൈസസിന് ആഡ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണം. അതാണ് സെൽഫ് കോൺഫിഗറിങ്ങിൽ പറയുന്നത്. ഓക്കെ, additionally they can set up the network allowing for the addition of new devices. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റണം, പുതിയ ഡിവൈസസിന് ആഡ് ചെയ്യാൻ പറ്റണം, അതൊക്കെ പറ്റണം. ഓക്കെ, അതാണ് സെൽഫ് കോൺഫിഗറിങ്. പിന്നെ ഇൻ്റർഓപ്പറബിലിറ്റി. ഓക്കെ, ഇൻ്റർഓപ്പറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ഡിഫറെൻറ്റ് IoT ഡിവൈസസിന്, അതായത് കുറേ IoT, ഇപ്പോൾ നമ്മൾ സ്മാർട്ട് AC ഒരു IoT ഡിവൈസാണ്. പിന്നെ ഇപ്പോൾ ഒരു സ്മാർട്ട് ക്യാമറ ഒരു IoT. അപ്പോൾ ഇവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫ്രിഡ്ജ് ഉണ്ട്, അതായത് ഇപ്പം ഫുഡിനനുസരിച്ചും നമ്മളതിനൊക്കെ അനുസരിച്ച് ടെമ്പറേച്ചർ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തേത് താനേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അതൊക്കെ സ്മാർട്ട് ഫ്രിഡ്ജാണ് അല്ലേ. സോ ഈ സ്മാർട്ട് ഫ്രിഡ്ജ് വേറെ ഡിവൈസാണ്, സ്മാർട്ട് ഡോറ് വേറെ ഡിവൈസാണ്, സ്മാർട്ട് ലൈറ്റ് വേറെ ഡിവൈസാണ് അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, എന്താ പറയുക, ഇപ്പം ഒരു സ്മാർട്ട് ഡോർ ഒരു IoT ആണ് അല്ലേ. അപ്പോൾ ഒരാളിപ്പം ആ സ്മാർട്ട് ഡോറിൽ ഫിംഗർ വെച്ച് എൻ്റർ ചെയ്ത്, അപ്പോൾ എന്താണ്, താനെ ലൈറ്റ് ഓൺ ആവണം. അപ്പോൾ സ്മാർട്ട് ഡോറിൽ ആൾ കയറിയോണ്ടാണ് എന്താ ലൈറ്റ് ഓൺ ആയത് അല്ലേ. അപ്പോൾ സ്മാർട്ട് ഡോറും സ്മാർട്ട് ലൈറ്റും തമ്മിൽ കണക്റ്റഡ് ആണ്. അങ്ങനത്താണ് ഇൻ്റർഓപ്പറബിലിറ്റി. ഓക്കെ, ഇപ്പോൾ ഡിഫറെൻറ്റ് IoT ഡിവൈസസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റണം. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ആഡിലൊക്കെ കണ്ടില്ലേ, ഇപ്പം ഒരു സ്പീക്കർ ഉണ്ടാവും, അലക്സ ടേൺ ഓൺ ദ ഫാൻ, അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ, ഫാൻ ഓൺ ആവും, ലൈറ്റ് ഓൺ ആവും. അപ്പോൾ എന്താ, ഒരു സ്പീക്കറും ഒരു സ്മാർട്ട് ഫാനും തമ്മിൽ കണക്റ്റഡ് ആണല്ലേ.
അതാണ് ഇൻ്ററോപ്പറബിലിറ്റി. സോ IoT ഡിവൈസസ് യൂസ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾ. അപ്പോൾ ഓരോ ഡിവൈസസിനും അതിൻ്റെതായ പ്രോട്ടോക്കോളും ടെക്നോളജീസും ഒക്കെ ആവും, പക്ഷേ സ്റ്റിൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ ഇൻ്ററോപ്പറബിലിറ്റി ഈസ് വൺ ഓഫ് ദ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IoT. ഇറ്റ് refers to the ability different IoT devices to communicate each other, exchange data with each other regardless. ഓക്കെ, അപ്പോൾ ഒരു ഏത് മാനുഫാക്ചർ ആണോ അല്ലെങ്കിൽ ഒരു ഏത് ടെക്നോളജി ആണോ യൂസ് ചെയ്യുന്നത് അതൊന്നും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ദിസ് ഈസ് ഇൻ്ററോപ്പറബിലിറ്റി. നെക്സ്റ്റ് റിയൽ ടൈം മോണിറ്ററിങ് ആൻഡ് ഫീഡ്ബാക്ക്. അതെന്താണ് റിയൽ ടൈം മോണിറ്ററിങ്? ഇപ്പോൾ ആ ബേസിക് എക്സാമ്പിൾ എടുക്കുക, നമ്മളിപ്പോൾ ഫയർ അലാം സിസ്റ്റം. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മളെ റൂമിൽ അല്ലെങ്കിൽ നമ്മളെ ബിൽഡിങ്ങിൽ ഒരു ഫയർ ഡിറ്റക്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു സ്മോക്ക് ഡിറ്റക്ടർ, ഒരു ഫയർ ഡിറ്റക്ടറാണ് സെൻസർ. ഈ സെൻസർ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ട് നിൽക്കില്ലേ, അതാണ് റിയൽ ടൈം മോണിറ്ററിങ്. എപ്പോഴും അത് ചെയ്തുകൊണ്ട് നിൽക്കണം. ഫീഡ്ബാക്ക് എന്താണ്? സ്മോക്ക് ഡിറ്റക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫയർ ഡിറ്റക്റ്റ് ചെയ്താൽ അപ്പം തന്നെ അത് അതിൻ്റെ ഫീഡ്ബാക്ക് എവിടേക്കാണോ കൊടുക്കേണ്ടത് ആ സ്ഥലത്തേക്ക് കൊടുക്കണം, പ്രോസസ്സറിലേക്ക് കൊടുക്കണം അല്ലേ. സോ അതാണ് റിയൽ ടൈം ആൻഡ് ഫീഡ്ബാക്ക്. സോ കണ്ടിന്യൂസ് മോണിറ്ററിങ്ങും ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അലേർട്ടോ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോണോമസ് ഓപ്പറേഷൻ. ഓട്ടോണോമസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹ്യൂമൻ്റെ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ്റെ ഒരു ഇതുമില്ലാതെ ഒറ്റയ്ക്ക് അത് ടാസ്കുകളൊക്കെ പെർഫോം ചെയ്യണം, ഇൻഡിപെൻഡൻ്റ്ലി അത് വർക്ക് ചെയ്യണം. ഓക്കെ, സോ ഓട്ടോണോമസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് തന്നെ അറിയാലോ. സോ റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് IoT ഡിവൈസ് ആൻഡ് സിസ്റ്റം ടു ഓപ്പറേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ആൻഡ് മേക്ക് ഡിസിഷൻ വിതൗട്ട് ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്. അപ്പോൾ ഹ്യൂമൻ്റെ ഒരു ഇൻ്റർവെൻഷൻസോ ഹ്യൂമൻ്റെ ഒരു ഔട്ടോ ഇല്ലാതെ അത് താനേ വർക്ക് ചെയ്യണം. സോ ദിസ് ഇസ് എ ക്രൂഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IoT ആൻഡ് എനേബിൾസ് എ വൈഡ് റേഞ്ച് ഓഫ് ന്യൂ ആപ്ലിക്കേഷൻ ആൻഡ് സർവീസസ്. ഓക്കെ, സോ IoT സിസ്റ്റം ഡിവൈസസ് ആർ എക്യുപ്ഡ്. അപ്പോൾ IoT ഡിവൈസസിൽ എന്തുണ്ട്? സെൻസേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ഉണ്ട്, പ്രോസസ്സിംഗ് പവർ ഉണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടി എന്താണ്? ഡാറ്റ കളക്ട് ചെയ്യും, അത് പ്രോസസ്സ് ചെയ്യും, അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് എടുക്കും, ഡിസിഷനൊക്കെ എടുത്തിട്ട് ഔട്ട്പുട്ട് കൊടുക്കും. ആ ഔട്ട്പുട്ട് ആക്ഷൻ എടുക്കുക ആക്ടിവേറ്റേഴ്സ് ആണ് അല്ലേ, സെൻസേഴ്സാണ് സെൻസ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. IoT സിസ്റ്റം മൈറ്റ് യൂസ് സെൻസർ ടു ഡിറ്റക്ട് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. നമ്മൾ ആ ടെമ്പറേച്ചറിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ടെമ്പറേച്ചർ ഡിറ്റക്ട് ചെയ്യും, ലൈറ്റ് ഓൺ ആവണം ഓഫ് ആവണം അല്ലേ. അപ്പോൾ അതെന്താ? സെൻസേഴ്സ് ആക്ടിവിറ്റീസും കൂടിയിട്ടാണ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് ഡാറ്റ ഡ്രിവൻ. ഓക്കെ, ഡാറ്റ ഡ്രിവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സെൻസർ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ. അപ്പോൾ സെൻസർ താനേ ടെമ്പറേച്ചർ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് നിൽക്കും. ഇപ്പം 25 ഡിഗ്രി ആയി, ഇപ്പോൾ 26 ഡിഗ്രി ആയി, ഇപ്പോൾ 27 ഡിഗ്രി ആയി, 30 ഡിഗ്രി ആയ ഫാൻ ഓൺ ആവണം എന്നുള്ളതാണ് നമ്മളെ സിസ്റ്റം. ഓക്കെ, അപ്പം ഈ കണ്ടിന്യൂസ് എടുക്കുന്ന ഡാറ്റ ബേസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റണം, അതാണ് ഡാറ്റ ഡ്രിവൻ. ഇപ്പോൾ ഡാറ്റ ഡ്രിവൻ ഇസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IoT ഡിവൈസസ് സിസ്റ്റം ക്യാൻ കളക്ട് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലേ. അപ്പോൾ സെൻസേഴ്സിൽ നിന്ന് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ അതർ ഡിവൈസ് സോഴ്സസ് നിന്ന് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡാറ്റ എടുക്കുക, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്തിട്ടാണ് ഡിസിഷൻസ് ഉണ്ടാക്കുക. ഓക്കെ, സോ IoT സിസ്റ്റംസ് ഡാറ്റ ഇസ് കളക്റ്റഡ് ഫ്രം എംബഡഡ് സെൻസേഴ്സ് ആക്ടിവേറ്റേഴ്സ് ആൻഡ് അതർ സോഴ്സസ്. ക്ലൗഡിൽ നിന്നും അങ്ങനത്തെ ഡാറ്റാബേസിൽ നിന്നും മൊബൈൽ ഡിവൈസസ് നിന്നൊക്കെ ഡാറ്റ എടുക്കുന്നുണ്ട്. ആ ഡാറ്റ വെച്ചിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റണം. ഓക്കെ, എക്സാമ്പിൾ നോക്കുക. ഫോർ എക്സാമ്പിൾ IoT സിസ്റ്റം സെൻസറിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്താണോ ഹീറ്റിങ്ങോ കൂളിങ്ങോ കൊടുക്കുക. വെന്റിലേഷൻ സിസ്റ്റംസ് അല്ലേ, നമ്മൾ മുകളിൽ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. പിന്നെ സെക്യൂരിറ്റി. സോ നമ്മൾ ഫസ്റ്റ് പറയുന്നത് സെക്യൂരിറ്റി ഭയങ്കര ക്രൂഷ്യലാണ് അല്ലേ. അപ്പോൾ സെൻസിറ്റീവ് ഡാറ്റാസ് ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ. സോ സെക്യൂരിറ്റി ഈസ് എ ക്രൂഷ്യൽ കൺസേൺ ഫോർ IoT ആസ് IoT ഡിവൈസസ് ആൻഡ് സിസ്റ്റം ഹാൻഡിൽ സെൻസിറ്റീവ് ഡാറ്റ അല്ലേ. അപ്പം സെൻസിറ്റീവ് ഡാറ്റ ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റൊക്കെ ആയിട്ട് കണക്ട് ചെയ്താൽ നമ്മൾ സെക്യൂരിറ്റി ഇവിടെ എൻഷുർ ചെയ്യണം. അപ്പം ഒരു ഇൻ്റർനെറ്റിൽ കുറേ ഡിവൈസസ് കണക്ട് ചെയ്താൽ എന്താണ്, അവിടെ കുറേ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പം എന്താണ്, സൈബർ അറ്റാക്കുകൾ കൂടുതലുണ്ടാവും. ഓക്കെ, സോ ഈ സൈബർ അറ്റാക്കിൽ നിന്നാണ് നമ്മൾ സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ടത്. സോ സെക്യൂർ IoT ഡിവൈസസ് ടു സെക്യൂർ IoT സിസ്റ്റംസ് മൾട്ടിപ്പിൾ ലെയർ ഓഫ് സെക്യൂരിറ്റി അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, ഡാറ്റ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ സെക്യൂരിറ്റി കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഡിവൈസസ് സെക്യൂർ ആക്കാനാണ് ഫിസിക്കൽ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂർ ആക്കാനാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. പിന്നെ ഡാറ്റാസ് ഇതൊക്കെ ഹാക്കേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റീസൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഫിസിക്കൽ സെക്യൂരിറ്റീസ് എന്താ? ഫിസിക്കൽ ഡിവൈസസ്, ഇപ്പോൾ നമ്മളെ ക്യാമറ അല്ലെങ്കിൽ സെൻസർ, അതൊക്കെയാണ് ഫിസിക്കൽ ഡിവൈസസ്. ഈ ഫിസിക്കൽ ഡിവൈസസിൽ നിന്ന് അൺഓതറൈസ്ഡ് ആക്സസോ ടാമ്പറിങ് എന്ന് പറഞ്ഞാൽ എന്താ? ടാമ്പറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചേഞ്ച് ചെയ്യുക, എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക, അതാണ് ടാമ്പറിങ്. അപ്പോൾ ടാമ്പറിങ് എന്നോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആക്സസ് എന്നൊക്കെ ഫിസിക്കൽ ഡിവൈസസ് എന്താ സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി, നമ്മൾ ഈ ഡിവൈസസ് കണക്ട് ചെയ്ത് നെറ്റ്വർക്ക് വൈഫൈ അല്ലെങ്കിൽ നമ്മൾ നോർമൽസുള്ള നെറ്റ്വർക്ക് വയേർഡ് നെറ്റ്വർക്കൊക്കെ ആവാം, ഇതിലൊക്കെ സെക്യൂരിറ്റി കൊണ്ടുവരിക. പിന്നെ ഡാറ്റ സെക്യൂരിറ്റി എന്താ? നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് ഒന്നും ടാമ്പർ ചെയ്യാതെ സെക്യൂർ ആക്കി വെക്കുക. ഡാറ്റാസൊക്കെ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്തിട്ടും സെക്യൂർ ആക്കി സ്റ്റോർ ചെയ്തിട്ടൊക്കെ ഡാറ്റാസ് സെക്യൂർ ആക്കുക, സെക്യൂരിറ്റി കൊണ്ടുവരാം. ഓക്കെ, സോ ദിസ് ഇസ് സെക്യൂരിറ്റി. സോ നെക്സ്റ്റ് എന്താണ്? യൂബിക്വിറ്റി അല്ലേ. സോ യൂബിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? In a ubiquitous IoT environment, devices and systems can be accessed and controlled from anywhere at any time using a variety of devices such as smartphones, laptops and other connected devices. Okay,
സോ ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, എന്താണ് നമ്മളിപ്പോൾ ഇപ്പോൾ കോളേജിലാണ്. ഓക്കെ, സോ നമ്മൾ മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പം നമ്മളെ വീട്ടിലത്തെ ലൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മളെ കോളേജിലിരുന്ന് നമ്മളെ മൊബൈൽ ഫോൺ വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റണം. അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കാം, നമ്മളിപ്പോൾ CCTV വെച്ചാൽ ആ വിഷ്വൽസ് നമുക്ക് എവിടെയോ നിന്നിട്ട് ഫോണിൽ കാണാം അല്ലേ. സോ അതാണ് ഇതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഇറ്റ് മീൻസ് ലൈക്ക് വി ക്യാൻ ആക്സസ് ഫ്രം എനിവെയർ. ഓക്കെ, ഏത് സമയത്ത് എവിടെ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം. സോ യൂബിക്വിറ്റി ഈസ് അച്ചീവ് ത്രൂ ദ വൈഡ് സ്പ്രെഡ് ഡെവലപ്മെൻറ്റ് ഓഫ് IoT ഡിവൈസസ്, സെൻസേഴ്സ്, ആക്ടിവേറ്റേഴ്സ്, അതർ കണക്റ്റഡ് ഡിവൈസസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് നമ്മൾ അച്ചീവ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് അവെയർനെസ്. അതെന്താണ്? അതായത് ഈ IoT ഡിവൈസസിന് സറൗണ്ടിങ്സും റെസ്പോൺസുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റണം. Okay, so this refers to the ability of IoT device and system to understand and respond to the environment and context in which they are operating. ഒരു ഏത് എൻവയോൺമെൻറ്റിലാണോ ഏത് കോണ്ടെക്സ്റ്റിലാണോ വർക്ക് ചെയ്യുന്നത് അതനുസരിച്ച് അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും അതിന് അക്കോർഡിംഗ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനൊക്കെ പറ്റണം. ദിസ് ഇസ് അച്ചീവ്ഡ് ത്രൂ ദ യൂസ് ഓഫ് സെൻസേഴ്സ് ആൻഡ് അതർ ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ സെൻസേഴ്സ് എന്ന് വെച്ചാൽ എന്താ, ആ എൻവയോൺമെൻറ്റിൽ ഇങ്ങനെ ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നിൽക്കല്ലേ. അപ്പോൾ സെൻസേഴ്സും അതേപോലത്തെ ഡിവൈസസും വെച്ചിട്ടാണ് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്ക്, ഫോർ എക്സാമ്പിൾ ഇൻ സ്മാർട്ട് ഹോം കോണ്ടെക്സ്റ്റ് അവെയർ IoT സിസ്റ്റം കുഡ് അഡ്ജസ്റ്റ് ദ ടെമ്പറേച്ചർ. അപ്പോൾ സ്മാർട്ട് ഹോമിൽ എന്താ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ലൈറ്റ്, അതേപോലെ സിസ്റ്റം ടൈം. അപ്പം ഒരു സിസ്റ്റത്തിൽ ടൈമൊക്കെ കാണിക്കുമല്ലോ, അതേപോലെ അവിടെയുള്ള പ്രസൻസ് ഓഫ് പീപ്പിൾ, അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ അവിടെ അതിന് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് കോണ്ടെക്സ്റ്റ് അവെയർനെസ്. സോ ഇൻ അഡീഷൻ കോണ്ടെക്സ്റ്റ് അവെയർനെസ് ഇസ് ഓൾസോ യൂസ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് IoT. ഓക്കെ, അപ്പം ഈ IoTക്ക് പ്രോസസ്സ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ ആവശ്യമുള്ള ഡാറ്റനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും ഇത്. സോ ഫോർ എക്സാമ്പിൾ ദ കോണ്ടെക്സ്റ്റ് അവെയർ IoT സിസ്റ്റം മൈറ്റ് only collect and transmit data which is when is relevant to current context, such as when a person in the room or when the temperature. ഓക്കെ, അപ്പോൾ ഒരാൾ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ മാത്രമേ ലൈറ്റ് ഓൺ ആവുള്ളൂ, അതേപോലെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ ഫാനിൻ്റെ ശ്രദ്ധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ കോണ്ടെക്സ്റ്റ് അവെയർ വെച്ചിട്ട് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ഇസ് എ കീ ആസ്പെക്ട്സ് ഓഫ് IoT and is essential for releasing the full potential of IoT and creating truly intelligent and responsive system. ഓക്കെ, അപ്പം ഇതിലെന്താ പറയുന്നത്, അതായത് ഇങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് അവെയർ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഫുൾ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സിസ്റ്റമാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, സോ 14 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞത് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കേട്ടോ. സോ ഓവറോൾ ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IoT allow it to create. അപ്പോൾ ഈ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ്, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂ IoT നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ആപ്ലിക്കേഷൻസ് നമ്മൾ ജീവിക്കണതും വർക്ക് ചെയ്യണതും തമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് അല്ലേ, ആ ട്രാൻസ്ഫോർമേഷനുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് IoT.